ഹായ്! എല്ലാവരുടെയും എന്താ പരിപാടി? ഇവിടെ വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ പിടിച്ച് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിട്ടുണ്ട് ട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഷവർമ്മ കഴിക്കാനായിട്ട് കൊതിയായി ഗൈസ്. പിന്നെ ഒന്നും നോക്കിയില്ല. അത് ഓർഡർ ചെയ്ത് കഴിച്ചു ട്ടോ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോഴേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. ദോശയാണ് ട്ടോ ഉണ്ടാക്കിയത്. ദോശയല്ല അടയായിരുന്നു. എന്താ ശർക്കരയൊക്കെ ഇട്ട് തേങ്ങയൊക്കെ ഇട്ട് അടയുണ്ടാക്കി, ചായ ഉണ്ടാക്കി കുടിച്ചു ട്ടോ. മടിയായിരുന്നു കറി ഉണ്ടാക്കാനായിട്ട്. ദേ ഇക്കാക്ക അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അതുണ്ടാക്കി ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോഴേക്കും ചോറ് കഴിക്കണമല്ലോ ഗൈസ്. അതുകൊണ്ട് നേരെ ദേ മീൻ കറി വെക്കാന്ന് വിചാരിച്ചു. എന്തായിരുന്നു മീന്? കിളിമീനായിരുന്നു ട്ടോ. കിളിമീൻ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വറക്കും ചെയ്യാം, കറിയും വെക്കാന്ന് വിചാരിച്ചു. ദേ കറിയിലേക്കുള്ള മീനാണ് ട്ടോ ദേ ഇരിക്കണത്. അപ്പം ആ മീനും കൂടി ഇതിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ദേ ഇവിടെ മീനിന് അരപ്പ് കൂട്ടാൻ ട്ടോ ഒരാള്. എനിക്ക് സഹായിച്ചതാണ്. അതിനുശേഷം ഗ്യാസ് എടുക്കാൻ വേണ്ടി പോണം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ 2 പേരും ഇറങ്ങി ട്ടോ. അത് വാങ്ങിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി. അങ്ങനെ ദേ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗ്യാസ് പോയി സമയത്തിന് എടുത്തില്ലെങ്കിൽ കിട്ടില്ല. അവർ വന്ന് വിളിച്ചപ്പോഴേക്കും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പുള്ളി വന്ന് പോയി. ആര്? ഗ്യാസ്. അങ്ങട്ട് പോയി കിട്ടി. അതിന് ശേഷം ദേ ആള് വണ്ടിയിൽ കുറേ സാധനങ്ങൾ വെക്കുന്നുണ്ട് ട്ടോ. ഇത് കാറിൽ എന്തെങ്കിലും ആവശ്യത്തിന് കാറിലേക്ക് എടുത്ത് വെക്കും. ബൈക്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ബൈക്കിലെടുത്ത് വെക്കും. അതാണ് പുള്ളിയുടെ സ്ഥിരം കലാപരിപാടി. സ്ഥിരം തന്നെ ഇതാണ് പരിപാടി. അപ്പോൾ അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ആള് ഇതാ ഗ്യാസൊക്കെ എടുത്ത് പൊക്കി കയറ്റിട്ടോ. ഇത് പൊങ്ങൂല ഗൈസ്, എന്താ വെയിറ്റ്. അതുകൊണ്ട് ആ റിസ്ക് ഞാൻ എടുക്കാറില്ല. അതിന് ശേഷം ഇക്കാക്ക അതിലേക്ക് വെച്ചു. കാരണം അവിടെയും ഇവിടെയും ഒരഞ്ഞ് ആകെ നാശമാവും കാറ്. അതുകൊണ്ട് ദേ ഒരു ടവലും കൂടി അതിൻ്റെ കൂടെ അതിനെ പുതപ്പിച്ച് വെക്കുന്നുണ്ട് ട്ടോ. ഇനി പണി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ദേ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഭംഗി ആകാശം കാണാനല്ലേ! അടിപൊളിയായിട്ടില്ലേ! എനിക്കിങ്ങനെ കാണുന്നത് വളരെ ഇഷ്ടമാണ് ട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങട്ട് കുറച്ച് സമയം അതങ്ങട്ട് ആസ്വദിച്ചു. അതിന് ശേഷം അവിടെ 4:30 ആകുമ്പോഴേക്കേ തുറക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും തുറന്നിട്ടുണ്ട്. രക്ഷപ്പെട്ടു, ഭാഗ്യം. ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും ഗൈസ്. അതാണ്. തിരിച്ചു വന്ന വഴി നല്ല ബ്ലോക്കാണ് മക്കളെ. ഒന്നും പറയണ്ട. നല്ല ബ്ലോക്ക്. പിന്നെ ആ ബ്ലോക്കിൽ തിരിച്ച് എത്തി ഒരു വിധത്തിൽ. പിന്നെ വീട്ടിൽ വന്നിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ബോൾ ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കി ട്ടോ. ഇതാണ് സംഭവം. എൻ്റെ മക്കളെ കുഴച്ചിട്ടും കുഴച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഈത്തപ്പഴം ഞാൻ കുറച്ചായിരുന്നു ഇട്ടത്. അതുകൊണ്ടൊന്ന് കുഴ റെഡിയായി വരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. പിന്നെ ഈത്തപ്പഴം ഒന്നും കൂടി ചേർത്തപ്പോഴേക്കും ദേ കണ്ടില്ലേ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആർക്കും അധികം മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് മധുരം കുറച്ചിട്ടാണ് എടുത്തത്. ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഈത്തപ്പഴമാണ് ഇട്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.